ഗൈസ്, അപ്പോൾ രാത്രി 1 മണിയാണ് സമയം. റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. സോ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾ എന്തൊരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുകയാണെങ്കിലും അതിന് 100% നീതി പുലർത്തണം. ഞാനത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഒരുപാട് ആൾക്കാർ നല്ല നല്ല ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എൻ്റെ കൂടെ വരാറുണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഈ ബിസിനസ് എന്നുള്ള സാധനം ഞാൻ മുന്നോട്ട് വെക്കാനുള്ള ആവശ്യം എന്താണെന്ന് വെച്ചെങ്കിൽ 9 to 5 ജോബിൽ ഒരിക്കലും നമ്മൾ സേഫ് അല്ല. കാരണം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് നമ്മളെ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ കുടുംബം കഴിഞ്ഞു പോകുന്നതെന്നുണ്ടെങ്കിൽ, ഐ മീൻ നമ്മളെ അഥവാ ഒന്ന് വീണ് കഴിഞ്ഞാൽ, കുടുംബത്തിൻ്റെ വരുമാനം നിന്ന് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ബെഡ് റെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കടത്തിൻ്റെ അങ്ങേ തലക്കേക്കാവും പോകുന്നുണ്ടാവുക. സോ ഇതുകൊണ്ട് തന്നെ 9 to 5 ജോബ് ഞാൻ ആർക്കും പ്രൊമോട്ട് ചെയ്യാറോ അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ എടുത്തിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ എനിക്കൊരു സമയത്ത് എനിക്ക് ബോധം വന്നു. എനിക്കും ചെറിയൊരു കാലിന് ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു, ബെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്കൊരു ബോധം വെച്ച് ഞാൻ അതൊന്നും പറയാനല്ല ഇവിടെ വന്നത്. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് ഇവരൊക്കെ എന്നൊക്കെ വരുന്ന കുറേ നെഗറ്റീവ്സ് ഉണ്ട്, ഒരുപാട് നെഗറ്റീവ്സ്, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ലാത്ത ഓരോ സംസാരം. ഇവരൊക്കെ വിചാരം ഈ 9 to 5 ജോബ് എടുക്കുന്ന പോലെ അത്ര സിമ്പിളാണെന്ന് അവർ വിചാരം. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞത്, ഒരിക്കലും സിമ്പിൾ അല്ല. ബിസിനസ് ഇസ് നോട്ട് സിമ്പിൾ. ഓക്കെ, ബട്ട് എന്താ വെച്ചെങ്കിൽ ലൈഫ് ലോങ് ആണ്, പാസീവ് ഇൻകം ആണ്. ഓക്കെ, അപ്പോൾ കുറച്ചൊക്കെ സ്ട്രഗിൾ എല്ലാത്തിലും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഒരു 9 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ പണിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 500-600 കിട്ടുകയാവും. അത് നിങ്ങൾക്ക് വേറെ ടെൻഷനൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരു കടമ കടക്കാണ്ട്, ആ കടമ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണിയെടുത്തില്ലെങ്കിലും എമൗണ്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് വരും. ഒരു മാസം ഈ കടപ്പിലായാലും 2 മാസം കടപ്പിലായാലും അല്ലെങ്കിൽ ഒരു മാസം ട്രിപ്പ് പോയാലും ഇൻകം വന്നുകൊണ്ടിരിക്കും. അതാണ് ബിസിനസ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രീതിയിൽ, അതായത് നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ 9 to 5 ജോബ് ഒഴിവാക്കിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി തേടി പോകുന്ന സമയത്ത് ഇതും കൂടെ ഒന്ന് മൈൻഡിൽ സെറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാണ്ട് ഒരിക്കലും ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ സീറോ കോസ്റ്റ്ലി ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് റെഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ചില ആൾക്കാരെ എക്സ്ക്യൂസൊക്കെ കേൾക്കുമ്പം സഹതാപം തോന്നും. സോ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. ഞാനിപ്പോൾ ഈ 1 മണിക്കും ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഡെഡിക്കേറ്റഡ് ആയിരിക്കുക, പണിയെടുക്കാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാവുക, ഒരു ഗോൾ സെറ്റ് ഉണ്ടാവുക, ഫോക്കസ് ചെയ്യുക. അതിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ഒരു ദിവസം വിജയം ഉണ്ടാവും. ഞാൻ ഇപ്പോഴും പറയാണ്, മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും, ഇല്ലാത്തവരും ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ ഒരു കാരണം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, എന്തൊരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. അത് ചോദിക്കേണ്ട ആൾക്കാരോട് മാത്രം ചോദിക്കാം. ഉദാഹരണത്തിന്, ഒരു പനി വന്നാൽ കാണിക്കേണ്ടത് ഡോക്ടറെയാണ്.